എല്ലാവർക്കും മല്ലവുഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആപ് കൈസേ ഹോ, സംഭവം അധ്യായം 1, എന്ന് സ്വന്തം പുണ്യാളൻ എന്നീ സിനിമകളുടെ അപ്ഡേറ്റ്സ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് ആപ് കൈസേ ഹോ എന്ന സിനിമയെ പറ്റിയാണ്. ധ്യാൻ ശ്രീനിവാസൻ അഭിനയിച്ച ഈ ഒരു സിനിമയിൽ അജു വർഗീസ്, രമേശ് പിഷാരടി എന്നിവരും അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT പ്ലാറ്റ്ഫോമായി വന്നിരിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാർ ആണ്. വിഷുവിന് ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. അടുത്തൊരു അപ്ഡേറ്റ് ദോ ദിവാനെ സേ മെയിൻ എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമയിൽ സിദ്ധാർത്ഥ് ചതുർവേദിയാണ് അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT പ്ലാറ്റ്ഫോമായി വന്നിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. ഒരു റൊമാൻറ്റിക് ഡ്രാമയാണ് ഈ ഒരു സിനിമ. മുംബൈ നഗരത്തിൽ ജീവിക്കുന്ന 2 ആളുകളുടെ കഥയാണ് പറഞ്ഞു പോകുന്നത്. നെറ്റ്ഫ്ലിക്സിൽ ഏപ്രിൽ 17-ന് ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് ആൽഫ മെയിൽ സീസൺ 5-ന്റെ OTT റിലീസാണ്. ഈ ഒരു സീസണിന്റെ OTT റിലീസ് അടുത്ത് തന്നെ ഉണ്ടാവും. ഇവർ 4 മെയിൽ ഫ്രണ്ട്സിന്റെ കഥയാണ് പറഞ്ഞു പോകുന്നത്. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ ഒരു സീരീസിന്റെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ആൽഫ മെയിൽസ് ഏപ്രിൽ 17-ന് നെറ്റ്ഫ്ലിക്സിൽ OTT റിലീസ് ചെയ്യും. അടുത്തൊരു അപ്ഡേറ്റ് റൂംമേറ്റ്സ് എന്ന സീരീസിനെ പറ്റിയാണ്. ഈ ഒരു സീരീസ് കോളേജ് ബേസ്ഡ് സ്റ്റോറിയാണ് പറഞ്ഞു പോകുന്നത്. ഇതൊരു കോളേജ് ഫ്രണ്ട്ഷിപ്പ് കോമഡി സീരീസ് ആണ്. ഏപ്രിൽ 17-ന് നെറ്റ്ഫ്ലിക്സിൽ റൂംമേറ്റ്സിന്റെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് സംഭവം അധ്യായം 1 എന്ന സിനിമയെ പറ്റിയാണ്. ഇതൊരു ടൈം ലൂപ്പ് മിസ്റ്ററി ത്രില്ലർ സിനിമയാണ്. അർജുൻ അശോകനാണ് ഇതിലെ നായകനായി വന്നിരിക്കുന്നത്. സൈജു കുറുപ്പും അപർണ ദാസും ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ സംഭവം അധ്യായം 1 OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഏപ്രിൽ 15-ന് സംഭവം അധ്യായം 1-ന്റെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് കണിമംഗലം കോവിലകം എന്ന സിനിമയെ പറ്റിയാണ്. നന്ദും, ശ്രീജിത്ത് രവി, ആശ അരവിന്ദൻ എന്നിവരാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ ഒരു സിനിമ ഹൊറർ മിസ്റ്ററി മൂവിയാണ്. സൺനെസ്റ്റ് ആണ് കണിമംഗലം കോവിലകത്തിന്റെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഏപ്രിൽ 16-ന് തന്നെ കണിമംഗലം കോവിലകം സൺനെസ്റ്റിൽ OTT റിലീസ് ചെയ്യും. അടുത്തൊരു അപ്ഡേറ്റ് ഫൈൻഡോ എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമ ചാർലി, സെൻട്രായൻ എന്നിവരാണ് അഭിനയിച്ചിരിക്കുന്നത്. ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമയുടെ OTT റിലീസ് അടുത്ത് തന്നെ ഉണ്ടാവും. ഏപ്രിൽ 18-ന് ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യും. ഇതൊരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ്. അടുത്തൊരു അപ്ഡേറ്റ് ടോസ്റ്റോ എന്ന സിനിമയെ പറ്റിയാണ്. ഇതൊരു ഡാർക്ക് കോമഡി ത്രില്ലർ സിനിമയാണ്. രാജ്കുമാർ റാവു, സനിയ മൽഹോത്ര എന്നിവരാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. കഥയിൽ രാംകാന്ത് എന്ന കുഞ്ഞി കാശുകാരന് ഒരാൾ വിവാഹത്തിൽ സമ്മാനമായി നൽകിയ ഒരു ടോസ്റ്റ് തിരികെ കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് കഥ പറഞ്ഞു പോകുന്നത്. ഏപ്രിൽ 15-ന് ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സിൽ OTT റിലീസ് ചെയ്യും. അടുത്തൊരു അപ്ഡേറ്റ് മാർക്കോസ് ഗോട്ട് മണി ട്രബിൾസ് എന്ന സീരീസിനെ പറ്റിയാണ്. ഇതൊരു കോമഡി ഡ്രാമ സീരീസ് ആണ്. ഈ ഒരു സീരീസിൽ പറഞ്ഞു പോകുന്നത് ഒരു കോളേജ് പെൺകുട്ടി ഗർഭിണിയാവുകയും പിന്നീട് ആ ഒരു കുട്ടിയുടെ ജീവിത ചെലവ് കൈകാര്യം ചെയ്യാൻ അവൾക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ട് നേരുന്നു. ഈ ഒരു കഥയാണ് ഈ ഒരു സീരീസിൽ പറഞ്ഞു പോകുന്നത്. ആപ്പിൾ TVയിൽ ഏപ്രിൽ 15-ന് തന്നെ മാർക്കോസ് ഗോട്ട് മണി ട്രബിളിന്റെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയെ പറ്റിയാണ്. മലയാള സൂപ്പർ സ്റ്റാർ മമ്മൂട്ടി നായകനായ സിനിമയാണ് ബസൂക്ക. ഈ ഒരു സിനിമയുടെ OTT പ്ലാറ്റ്ഫോം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ബസൂക്കയുടെ OTT വാങ്ങിച്ചത്. ബസൂക്ക ഏപ്രിൽ 15-ന് തന്നെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് തങ്കമണി എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് ദിലീപാണ്. ഇപ്പോഴിതാ ദിലീപ് അഭിനയിച്ച ഈ ഒരു സിനിമ ഇപ്പോൾ OTT റിലീസിന് ഒരുങ്ങിയിരിക്കുകയാണ്. സൈനികൻ ചാക്കോ, സുദേവ് നായർ, സിദ്ദിഖ് എന്നിവരും ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ ഒരു സിനിമ 1980-കളിൽ കേരളത്തിൽ നടന്ന ഇടുക്കി ജില്ലയിലെ തങ്കമണി എന്ന ഗ്രാമത്തിൽ നടക്കുന്ന ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് കഥ പറഞ്ഞു പോകുന്നത്. ഇപ്പോഴിതാ സൈന പ്ലേയിൽ തങ്കമണിയുടെ OTT റിലീസ് അടുത്ത് തന്നെ ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് വിലായത്ത് ബുദ്ധ എന്ന സിനിമയെ പറ്റിയാണ്. പൃഥ്വിരാജ് നായകനായ സിനിമയാണ് വിലായത്ത് ബുദ്ധ. ഇപ്പോഴിതാ വിലായത്ത് ബുദ്ധയിൽ ഷമ്മി തിലകൻ, അനുമോഹൻ, സിദ്ദിഖ് എന്നിവരും അഭിനയിച്ചിട്ടുണ്ട്. ഇടുക്കി ജില്ലയിലെ മലനാട് ഗ്രാമ പശ്ചാത്തലത്തിലാണ് കഥ പറഞ്ഞു പോകുന്നത്. ഇപ്പോഴിതാ വിലായത്ത് ബുദ്ധയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് ആമസോൺ പ്രൈമാണ്. ആമസോൺ പ്രൈമിൽ വിഷുവിന് ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവും. അല്ലെങ്കിൽ സർപ്രൈസ് ആയിട്ടായിരിക്കാം വിലായത്ത് ബുദ്ധയുടെ OTT റിലീസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.